മുസ്ലിം ലീഗ് നിർബന്ധിച്ച് ഈ ഒരു പരിപാടിക്ക് പണം പിരിക്കുന്നു എന്നുള്ളതായിരുന്നു ചില സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ മുസ്ലിം ലീഗ് 12,000 രൂപ നിർബന്ധിച്ച് പണപ്പിരിവ് നടത്തുന്നു എന്നുള്ളതാണ് പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ 20-ാം തീയതി ഞങ്ങൾ 51 കുടുംബം, ഇപ്പോൾ വീട് കിട്ടിയ കുടിയിലിരിക്കുന്ന 51 കുടുംബം ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങളൊരു പൊതുപരിപാടിയായിട്ട് ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ അയൽവാസികളെയും അതുപോലെ ഞങ്ങൾക്ക് ഈ വീട് തന്ന ഞങ്ങളെ പാർട്ടി നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ചെറിയൊരു ട്രീറ്റ്, ഒരു സൽക്കാരം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഞങ്ങൾ ഈ 51 കുടുംബം ഞങ്ങളൊരു കമ്മിറ്റി കൂടി, ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു കമ്മിറ്റി കൂടി ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്യുന്ന, ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റായിട്ട് സംസാരിച്ചു. അപ്പോൾ പരമാവധി റേറ്റ് കുറഞ്ഞൊരു ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ റേറ്റ് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് വീണ്ടും ഒരു കമ്മിറ്റി കൂടി. അപ്പോൾ ഒരു കുടുംബം 51 കുടുംബം, ഒരു കുടുംബം ഒരു 12,000 രൂപ വെച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നടത്തുന്ന പരിപാടി നല്ല രീതിയിൽ, നല്ല വിപുലമായിട്ട് നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ചു. അല്ലാതെ പാർട്ടിയുടെ ആളുകളെ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത പരിപാടി അല്ലത്. ഞങ്ങൾ ഈ 51 കുടുംബങ്ങളും ഇരുന്ന് കമ്മിറ്റി കൂടി തീരുമാനിച്ച കാര്യങ്ങളാണ്. ഈ ടൗൺഷിപ്പിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, അതുപോലെ മതസ്ഥരുണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ട്. അത് ഞങ്ങൾ ചോദിച്ചാൽ ഒരു പാർട്ടിക്ക് മാത്രം, അല്ലെങ്കിൽ പാർട്ടി മുസ്ലിം ലീഗ് പ്രസ്ഥാനം വീട് തന്നു ചോദിച്ചിട്ട് അവരെ നിർദ്ദേശം ചെയ്യല്ലത്. ഞങ്ങളെ സന്തോഷം അവർ തിരിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ നന്ദി. അതിനാണ് ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു പ്രയാസം വരുന്നത്. ഒരുപാട് പ്രയാസങ്ങൾക്ക് ശേഷം ഒരു സന്തോഷമുള്ള ദിവസങ്ങൾ വന്നു ചേരുമായിരുന്നു. അപ്പൊ അതിനിടയിലാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുന്നത്. നമുക്ക് വിഷമമുണ്ട്, നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും 51 കുടുംബം കൂടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിലാരോ ഇതെന്താ നമുക്ക് അറിയില്ലല്ലോ, വെറുതെ പത്രത്തിൽ വരുന്നതൊക്കെ വെറുതെയാണ്. എല്ലാവരും കൂടി